ഓം ശാന്തി. ഏവർക്കും ഓണാശംസകൾ. ഈ വർഷം നമുക്കൊരു പുതുമയോടെ ഓണം ആഘോഷിച്ചാലോ? തയ്യാറല്ലേ എല്ലാവരും? എല്ലാ വർഷവും ഓണം കഴിയുമ്പോൾ നമ്മുടെ മലയാളം ന്യൂസ് പേപ്പറുകളിലെല്ലാം ഒരു ന്യൂസ് വരാറുണ്ട്. മലയാളികൾ ഇത്ര കോടി രൂപയ്ക്ക് മദ്യം കഴിച്ച് ഓണം ആഘോഷിച്ചു. ഇതിനെ ആഘോഷം എന്ന് പറയാൻ പറ്റുമോ? ആഘോഷമല്ല, ശാപമാണ്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കുടുംബത്തെയെല്ലാം നമ്മൾ നശിപ്പിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്? മദ്യം കുടിച്ചിട്ട് ആരാ സന്തോഷിക്കണേ? സ്വയത്തിന് സന്തോഷമുണ്ടോ? എത്ര നമ്മൾ കൂടുതൽ മദ്യപാനിയാകുന്നോ അത്രത്തോളം നമുക്ക് നമ്മളോട് തന്നെയുള്ള റെസ്പെക്റ്റ് കുറയുകയല്ലേ ചെയ്യണേ? കുടുംബത്തിന് എന്താ കൊടുക്കണേ? വേദന, ദുഃഖം അല്ലേ? വീട്ടിലെ കലഹം, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്, എത്ര അക്രമങ്ങളാണ്, എത്ര ലഹളകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോരുകളാണ് നടക്കുന്നത്. ഇതിനൊക്കെ നമുക്കൊരു അവസാനം കൊണ്ടുവരണ്ടേ? അതുകൊണ്ട് ഈ വർഷം നമുക്കെല്ലാവർക്കും ഒരു നല്ല പ്രതിജ്ഞ എടുക്കാം. ഞാൻ ഈ ഓണത്തോടു കൂടി എൻ്റെ മദ്യപാനം അവസാനിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ഓണത്തിന് മുമ്പേ തന്നെ മദ്യപിക്കുന്ന ശീലം നമുക്ക് നിർത്താം. സർവശക്തിവാനെ ഈശ്വരനെ മുന്നിൽ കണ്ടുകൊണ്ട്, മുഴുവൻ കുടുംബത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, നിങ്ങളുടെ ഈ സഹോദരിയുടെ ഒരഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു നല്ല പ്രതിജ്ഞ എടുക്കാം. നിങ്ങൾ പ്രതിജ്ഞ എടുക്കൂ. നമ്മളുടെ എല്ലാം പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ശക്തി കിട്ടും. കുടി നിർത്തി നോക്കൂ, എന്തൊക്കെ ഗുണമുണ്ടാവും. എന്തൊക്കെ ഗുണമുണ്ടാവും? നിറയെ ഓണസമ്മാനം കിട്ടും. ആദ്യം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും, മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാവും, നമുക്ക് നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ടാവും, അവരവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ കുടുംബത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഓണസമ്മാനം, നിങ്ങൾ എത്ര ഓണക്കോടിയും എത്ര പണവും സ്വർണവും കൊണ്ടുപോയി അവർക്ക് കൊടുത്താലും കിട്ടാത്തതിനേക്കാൾ കൂടുതൽ സന്തോഷം നിങ്ങളുടെ മദ്യപാനം നിർത്തുന്നതിലൂടെ നിങ്ങളുടെ ടോട്ടൽ ഫാമിലി എന്നും സന്തോഷിക്കും. അവർക്ക് എന്നും ഓണാക്കും. ഒരു ദിവസത്തെ ഓണമല്ല, വർഷത്തിലൊരിക്കലുള്ള ഓണമല്ല, ജീവിതം മുഴുവൻ ഓണാക്കും. എത്ര അമ്മമാർ, ഭാര്യമാർ, എത്ര സഹോദരിമാർ, എത്ര കുഞ്ഞുങ്ങളെ വേദനിക്കണേ അല്ലേ? വീട്ടിലുള്ളവരുടെ മദ്യപാനം കാരണം എത്ര വിഷമം, വീട്ടിലെത്ര ലഹള, എത്ര അക്രമങ്ങൾ, എത്ര അടിപിടികൾ, എത്ര ബന്ധങ്ങളെ വഷളാവണേ, എത്ര ബന്ധങ്ങൾ അല്ല, എത്ര ഡൈവോഴ്സുകളാണ് നടക്കണേ. ഈ വേദനകൾക്കും ദുരിതങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നമുക്കൊരു അറുതി വരുത്തണ്ടേ? അതിനാൽ ഉള്ളുകൊണ്ട് നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുക്കൂ. വേറെ ആർക്കും നമ്മളെ മദ്യപാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. ഒരേ ഒരാൾക്കേ പറ്റൂ. അതാരാണ്? അവരവർ വിചാരിക്കണം. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് നിർത്താൻ പറ്റൂ. പക്ഷെ ഉള്ളുകൊണ്ട് വിചാരിക്കണം. ഉള്ളുകൊണ്ടെടുക്കുന്ന തീരുമാനം സദാ നിലനിർത്താൻ നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടാവും. ആ സപ്പോർട്ട് ബ്രഹ്മകുമാരീസിൻ്റെ രാജയോഗ മെഡിറ്റേഷൻ സെൻറ്ററുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. സമീപത്തുള്ള ബ്രഹ്മകുമാരീസ് സെൻറ്ററിൽ പോകൂ. ഇന്ന് തന്നെ പോകൂ. ഒരു അരമണിക്കൂർ സമയം നിങ്ങൾ ഡെയിലി മാറ്റിവെക്കൂ. രാജയോഗ ധ്യാനം പരിശീലിക്കൂ. നല്ലൊരു സത്സംഗം. നിങ്ങൾക്ക് മെഡിറ്റേഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ബ്രഹ്മകുമാരി സഹോദരിമാരല്ലെങ്കിൽ സഹോദരന്മാരവിടെ ഉണ്ടാകും. തീർച്ചയായിട്ടും അവരുടെ സ്നേഹത്തോടു കൂടിയ ആധ്യാത്മിക ജ്ഞാന ക്ലാസ്സുകളും മെഡിറ്റേഷനും നിങ്ങൾക്ക് വളരെയധികം ശക്തി തരും. ₹1 പോലും നിങ്ങൾക്ക് ചിലവില്ല. മദ്യപാനം നിർത്തിയാലും നിങ്ങൾക്ക് യാതൊരു വിഡ്രോവൽ സിംറ്റംസും ഫീൽ ചെയ്യില്ല. അതിനാൽ തീർച്ചയായിട്ടും ഈ ഓണക്കാലം നമുക്ക് ഒരു നല്ല പ്രതിജ്ഞ എടുക്കാൻ, നല്ല തീരുമാനം എടുക്കാൻ, സ്വന്തം ജീവിതത്തിനെ മൂല്യമുള്ളതാക്കാൻ, സ്വയം ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ, എല്ലാ വേദനകളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ, നല്ല ഈശ്വരീയ ലഹരിയുള്ളവരായി നമ്മുടെ ജീവിതം തന്നെ ആനന്ദമുള്ളതാക്കി മാറ്റാം. വേണ്ടേ? അതിനാൽ എല്ലാവരും ഇന്ന് തന്നെ ഈ സങ്കല്പം എടുത്തിട്ട് തീർച്ചയായും ധ്യാനം പരിശീലിക്കൂ, മദ്യപാനം സ്റ്റോപ്പ് ചെയ്യൂ. ഇത് തന്നെയാണ് നമുക്ക് സ്വയം എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഓണസമ്മാനം എന്ന് കരുതൂ.
എൻ്റെ കുടുംബത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഓണസമ്മാനമെന്ന് കരുതൂ. ഒരു നിമിഷം മൗനമായിരുന്ന ഉള്ളിൽ ഉറച്ച പ്രതിജ്ഞ എടുക്കൂ. ഈ ഓണക്കാലം ഞാനൊരു നല്ല തീരുമാനം എടുക്കുകയാണ്. എൻ്റെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും സമാധാനത്തിനും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ ഏറ്റവും വലിയ ഓണസമ്മാനം മദ്യപാനം അവസാനിപ്പിക്കുകയാണ് സദാകാലത്തേക്ക്. സർവശക്തിവാൻ പരമാത്മാവിൻ്റെ ശക്തികളുടെ കലർന്നൊരു കുട പോലെ ശിരസിന് മുകളിൽ ഫെയിൽ ചെയ്യും. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും സർവബന്ധുമിത്രാദികളുടെയും ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദം ഫീൽ ചെയ്യും. കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെ ഹൃദയങ്ങളിൽ നിന്നൊഴുകുന്ന പോസിറ്റീവ് എനർജി എൻ്റെ മനസ്സിനും ശരീരത്തിനും കരുത്തേക്കുകയാണ്. എനിക്ക് ഉറച്ച തീരുമാനം എടുക്കാനുള്ള ശക്തി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ തീരുമാനത്തിൽ വിജയിക്കും. ഓം ശാന്തി.